ഞാനേ ആദ്യമായിട്ട് പഠിച്ച് വിദേശത്ത് പോകുന്നൊരു സമയത്തെ എല്ലാവരും ചോദിച്ചാൽ എന്നാ കിട്ടും, നല്ലതായിട്ട് കിട്ടുമായിരിക്കും അല്ലേ, അങ്ങനെ കുറേ സത്യം പറയാമല്ലോ. പോയിട്ട് എനിക്ക് കൂടുതലും കിട്ടിയത് കുറേ വേദനകളാണ്. നടുവേദന, കാലുവേദന, മുട്ടുവേദന, അങ്ങനെ കുറേ വേദനകൾ. അപ്പോൾ ഈ വട്ടം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി കുറച്ച് നാൾ കിടന്നിട്ട് പോകാം എന്ന് കരുതി. എല്ലാം ഒന്ന് വേദന ഇറക്കി വെച്ചിട്ട് പോകണമല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ നങ്ങേലിലെ ആശുപത്രി നല്ലതെന്ന് പറഞ്ഞിട്ട് കോതമംഗലത്താണേ. കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹോസ്പിറ്റലെ. ആദ്യമേ തന്നെ ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതിലെല്ലാം പോയി കിടക്കും, അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരും, അതിൽ കുറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന്. എന്നാൽ പിന്നെ ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച അങ്ങനെ കിടക്കാമെന്ന് ഇരുന്നിട്ട് ഞാൻ അവിടെ റൂം എടുത്തു. ആദ്യത്തെ 2 ദിവസം ട്രാക്ഷൻ ഇട്ട് കിടക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കിഴിയും തിരുമ്മലും സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. തിരുമ്മലും കിഴിയൊക്കെ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവിടെ കയറി കഴിയുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഈ ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു മണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതായിരുന്നു കേട്ടോ റൂം നല്ല നൈസ് റൂമായിരുന്നു. പിന്നെ ഇതാണെങ്കിലേ ഡീകംപ്രഷൻ ഡിവൈസാണേ. ഈ നടുവിന് പണി കിട്ടിയിട്ടുള്ളവർക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു സംഭവമാണ്. പെട്ടെന്ന് റിലീവ് ആവുമെന്നാണ് പറയപ്പെടുന്നത്, അറിഞ്ഞുകൂടാ. ഞാൻ എനിവേസ് 2 സെക്ഷൻ എടുത്തായിരുന്നു. പിന്നെ കുറച്ച് കഷായവും ഗുളികകളും അതൊക്കെ സമയത്തിന് അവർ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നസ്യം ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ടേ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിട്ടുള്ള, ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. മൂക്കിൽ കൂടെ ഒഴിക്കുകയാണ് ഒരു മരുന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കംഫേർട്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെ അലർജി വന്നിട്ടില്ല കേട്ടോ. സോ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു. എനിക്ക് അലർജി വന്നാൽ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. പിന്നെ ഇത് മാത്രമല്ല, തളം വെച്ചായിരുന്നു കേട്ടോ. തളം വെച്ചെന്ന് വെച്ചാൽ തലയിലല്ല, നടുവിനാണ് തളം വെച്ചത്. അപ്പോൾ ആക്ച്വലി മമ്മി വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു, നിൻ്റെ തലയിൽ ഇത്തിരി തളം വെച്ചാൽ ചിലപ്പോൾ ഇച്ചിരി അസുഖം മാറി കിട്ടുമെന്ന്. പക്ഷേ നടുവേദന മാത്രമേ പറഞ്ഞുള്ളായിരുന്നു, അതുകൊണ്ട് പിന്നെ അവർ നടുവിനാണ് തളം വെച്ചത്. പിന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമുണ്ടല്ലോ, ഇവിടുത്തെ വരാന്തി സംഭവങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു ട്രഡീഷണൽ വേല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ ബുക്കും വായിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ടോട്ടൽ എനിക്കൊരു 18,000 അറൗണ്ട് ആയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.